നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓണമൊക്കെ ഇങ്ങെത്തി, അത്തമായി, അത്ത കഴിഞ്ഞാൽ പിന്നെ ചിത്തിരയായി, അങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉടനെ ഉത്രാടമായി, തിരുവോണമായി. അപ്പോൾ അത് രണ്ടും കൂടായി കഴിയുമ്പോൾ നമ്മളുടെ ഏകദേശം ഓണപ്പരിപാടിയൊക്കെ സെറ്റാവും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു, അതിനുവേണ്ടി ഫണ്ടും മാറ്റിയിരുന്നു. ഏകദേശം 53 കോടി രൂപ വകമാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം എന്ന് പറയുന്നൊരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് റേഷൻ കടകൾ വഴി ബിലോ പോവർട്ടി ലൈൻ BPL അതിൻ്റെ കാർഡിന് താഴെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഓണക്കിറ്റ് സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതി കഴിഞ്ഞ വർഷം ഓണക്കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ കിറ്റ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നമ്മുടെ ദുരിതകാലത്ത് LDF സർക്കാർ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞത് കിറ്റ് കൊടുത്ത് വോട്ട് മേടിച്ചു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പ്രചരണമൊക്കെ ഈ UDF വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വയ്ക്കോട്ടെ, അത് കാരണം ഒരു ഭരണാധികാരി വിചാരിക്കുകയാണ്, ഒരു കെട്ടകാലത്ത് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള എൻ്റെ ജനങ്ങൾ കഷ്ടപ്പെടരുത് എന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഭരണാധികാരി മികച്ച ഭരണാധികാരിയായിരിക്കും. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള എന്നെ വോട്ട് ചെയ്തവരാരും കഷ്ടപ്പെടാൻ പാടില്ല, അവർ ഭക്ഷണം കഴിക്കണം. ഏറ്റവും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഭക്ഷണം കഴിപ്പിക്കണം അവരെ. ആ ചിന്താഗതിയോട് കൂടി തന്നെയാണ് ഇവിടെ കിറ്റ് വിതരണം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ LDF സർക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായി വിതരണം നടത്തുകയും ചെയ്തു. ഇതിപ്പോൾ നോക്കിക്കോളൂ, ഇന്ന് ചിത്തിരയായി, ചോതി, വിശാഖ, മരീരം കേട്ട, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടവും ഒക്കെ ഉടനെയും എത്തും. ഇനി നമ്മുടെ മുന്നിൽ ആകെപ്പാടെ 7-8 ദിവസം മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന വിഭാഗത്തിൽ കിറ്റുകൾ, സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യേണ്ടത് 6,09,305 കിറ്റുകളാണ് വിതരണം ചെയ്യേണ്ടത്. 6 ലക്ഷത്തിൽ പരം കിറ്റുകളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യേണ്ടത്. അപ്പം ഈ വിതരണം എപ്പോഴാണ് പൂർത്തിയാക്കേണ്ടതെന്നറിയാമോ? ഈ വിതരണം ഉത്രാടത്തോടു കൂടി വിതരണം പൂർത്തിയാക്കണം. അതായത് ഒന്നുകിൽ ഉത്രാടത്തിനൊന്നും കൊടുക്കാം. അപ്പോൾ അത്രയും കിറ്റുകൾ വിതരണം ചെയ്ത് തീരണം അന്നത്തേക്ക്. അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടില്ല സൗജന്യ കിറ്റുകൾ. ഇതിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം കഴിഞ്ഞാലും ഈ കിറ്റ് വിതരണം നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കിറ്റ് കിട്ടില്ല എല്ലാവർക്കും. ഈ 6 ലക്ഷം കിറ്റുകൾ കണക്കാണ്. 18-ാം തീയതി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ആകെ വിതരണത്തിനായി എത്തിയിട്ടുള്ള കിറ്റുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതിൻ്റെ പകുതി പോയിട്ട് കാൽഭാഗം എത്തിയിട്ടില്ല. അതാണ് രസം. 6 വേണ്ടെടുത്ത് 1.5 ലക്ഷം കിറ്റുകൾ പോലും എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 ലക്ഷം എത്തിയിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. ഇല്ല, അതിനും താഴെയാണ്. ഏകദേശം വെറും 26,342 കിറ്റുകൾ മാത്രമേ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൊടുക്കാനുള്ളൂ. പ്രഖ്യാപനം എത്രയാണ്? 6,09,305. അത്രയാണ് കൊടുക്കേണ്ട കിറ്റ്. എത്ര എണ്ണം ഉണ്ട്? 26,342 കിറ്റ്. ഈ കിറ്റാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഓണം കഴിഞ്ഞാൽ കിറ്റ് കിട്ടുമോ? ഇല്ല. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സപ്ലൈകോയിലെല്ലാം സാധനങ്ങളില്ല, നിത്യോപയോഗ സാധനങ്ങളില്ല. ആകെ എവിടെയെങ്കിലും ഇച്ചിരി പഞ്ചസാര കാണും, ചിലപ്പോൾ മല്ലി കാണും, ഇത്തിരി മുളക് കാണും. ഇതല്ലാതെ വേറൊരു സാധനം നമ്മുടെ സപ്ലൈകോയിലില്ല. അത് വേറൊരു വസ്തുതയാണെന്നേ. വേറെ ഒരു സാധനവും നമ്മുടെ സപ്ലൈകോയിൽ ലഭ്യമല്ല. നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രി ആരാന്ന് പോലും നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല. അത് വേറൊരു കാര്യം. അനൂപ് ജേക്കബ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് മറുപടി പറയുമെന്ന് പോലും അറിയില്ല. എന്നാൽ ഇതിന് മുൻപത്തെ ഒരു വർഷം ഉണ്ടെന്നേ. ആ വർഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് കൃത്യമായി ഒരു സപ്ലൈകോയുടെ ഓണച്ചന്ത ഉദ്ഘാടനത്തിനിടെ പറഞ്ഞു, എല്ലാം ഉണ്ട് സപ്ലൈകോയിൽ. ഇത് മാധ്യമങ്ങൾ ഏറ്റുപറയുകയും ചെയ്തു. GR അനിൽ എന്ന് പറയുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അധികാരത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഈ ഓണക്കാലം വറുതിയിലായിരുന്നില്ല. എല്ലാവർക്കും സിവിൽ സപ്ലൈകോയിൽ ചെന്നിട്ട് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓണച്ചന്തയുണ്ടായിരുന്നു. ആ ഓണച്ചന്തയിൽ പോയി സാധനം മേടിക്കാം. ഒന്നിൻ്റെയും കുറവില്ല. മുൻ വർഷങ്ങളെക്കാട്ടിൽ 4.01% പൊതുവിപണിയിൽ വില വർധനവുമുണ്ട്. അപ്പം സപ്ലൈകോയിൽ സാധനമില്ല. സപ്ലൈകോയിൽ സാധനമില്ലെങ്കിൽ ഈ സപ്ലൈകോയിൽ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പോയി ഓണം ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? സദ്യ കഴിക്കാതിരിക്കാൻ പറ്റുമോ? ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ? സദ്യ പോട്ടെന്ന് വയ്ക്കുക, ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല.
നമ്മൾ ഓടിപ്പോയി എവിടെ പോകും? ഈ 4% വില വർധനവ് നേരിടുന്ന സ്ഥലത്ത് അവിടെ പോയി നമ്മൾ സാധനം വാങ്ങേണ്ടി വരും. നിർബന്ധിതമായി സാധനം വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നത്. അപ്പോൾ കഴിഞ്ഞുപോയ സർക്കാരിനെ കുറ്റം പറഞ്ഞു. കഴിഞ്ഞുപോയ സർക്കാർ കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് പിന്നെ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, പരാതിയൊക്കെ മാറി കിട്ടിയല്ലോ. ഇവിടെ ഇനിയിപ്പോൾ സൗജന്യ റേഷനുള്ള അരിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാതെ കിറ്റ് വിതരണം പൂർണ്ണമായും എന്ന് തന്നെ പറയേണ്ടി വരും. ഭാഗികമായി നിലച്ച മട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ലക്ഷമെങ്കിലും നിലവിൽ കാരണം. അപ്പോൾ ചിലർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ കിറ്റ് വിതരണക്കാർ ചതിച്ചാശാനെ എന്നാണ് പറയുന്നത്. ഇനിയിപ്പം മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുണ്ടാക്കി ഇവിടെ കൊണ്ടുവരണം. പക്ഷേ ഉത്രാടം കഴിഞ്ഞാൽ പിന്നെ തിരുവോണമായി. ഇന്ന് വേണ്ട അത്തം കഴിഞ്ഞു, ചിത്തിരയായി, ഇനിയിപ്പം ദിവസങ്ങൾ വളരെ കുറവാണ്. ഈ ദിവസങ്ങൾക്കകത്ത് വെച്ചിട്ട് ഓണക്കിറ്റിൻ്റെ വിതരണം പൂർത്തീകരിക്കാനുള്ളതാണ്. അതായത് ഈ 6,09,305 കിറ്റുകൾ കൊടുത്തു തീർക്കണം ഉത്രാടത്തിന് മുമ്പായിട്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ സർക്കാരിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതായത് ഒന്നാലോചിച്ച് നോക്കൂ, പുതിയ 10 വർഷത്തിന് ശേഷം അധികാരം കിട്ടിയ UDF സർക്കാർ, ആ സർക്കാരിൻ്റെ ആദ്യത്തെ ഓണം, ഈ ഓണം പിന്നെ മഹത്തരമായി കൊണ്ടാടുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായി ചെയ്യേണ്ടത്. കാരണം എന്താ, ഇതിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ പൊതുജനത്തിനെ പട്ടിണി കിടക്കാതെ ഓണം ഉണ്ണിക്കുക എന്നുള്ളതാണ്, ഓണം ഊട്ടുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അതിന് തന്നെ കെണി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിന് എന്താ താല്പര്യം? നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പുതിയ എക്സിം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തു. അവിടുന്ന് പോയ കപ്പൽ ഏതാണെന്നറിയാം? അവിടുന്ന് പോയി MSCയുടെ 2 കണ്ടെയ്നറുകളാണ് ഇന്ന് അവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ടത് നമ്മുടെ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി. MSC ഏതാണെന്നറിയോ? അദാനി ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് 49% ഓഹരി വാങ്ങിയെടുത്ത കമ്പനിയാണ് MSC. അപ്പം അതിന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇവിടെ അതെല്ലാം ഫ്ലാഗ് ഓഫ് ചെയ്തു. കാര്യം ഇന്ന് പഴംപൊരിയൊക്കെയും ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആയിട്ടാണ് പോയതെന്ന് പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം ഈ 2 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ MSCയുടെ 2 കണ്ടെയ്നർ ഇവിടുന്ന് പോകും. എന്നിട്ട് ഇതിൻ്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞു. അതായത് പൊതുജനത്തോട് കള്ളം പറഞ്ഞ എന്താ, ഞാൻ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അദാനി കമ്പനിയെ. നിലവിൽ അങ്ങനെ ഒരു അതൃപ്തി നമ്മുടെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയുണ്ട്. അങ്ങനെ ഒരു അതൃപ്തി നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടില്ല പിന്നെ അദാനി ഗ്രൂപ്പിനെ. അതൊരു വസ്തുതയാണ്. അത് വിവരാവകാശ നിയമപ്രകാരമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമുള്ളൂ അത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാധാരണക്കാരനടുത്തേക്ക് ഒന്നും കിട്ടുന്നില്ല. സാധാരണക്കാരനടുത്തേക്ക് ഈ പറയുന്ന റേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിറ്റ് വിതരണം നടത്തുന്നില്ല. ഓണക്കിറ്റ് വിതരണം പൂർണ്ണമായും അവതാളത്തിലായി. നമ്മുടെ സപ്ലൈകോയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു തരി സാധനം എടുക്കാനില്ല. സാധാരണക്കാരടക്കമുള്ളവർ ഇനി ഓപ്പൺ മാർക്കറ്റുകളിലേക്ക് പോകേണ്ടി വരും. ഇനിയിപ്പോൾ ഇതുവരെയുള്ള കണക്ക് പ്രകാരമാണ് ഈ 4.01% വില വർധനവ്. ഓണം അടുത്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇതിൻ്റെ വില വീണ്ടും വർദ്ധിക്കും. ഈ 4 എന്നുള്ളത് ചിലപ്പോൾ 6% എന്ന് പറയുന്ന നിലയിലേക്ക് വില വർധനവും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഓപ്പൺ മാർക്കറ്റിലേക്ക് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടിക്രമം നടത്താൻ സർക്കാരിനെ കൊണ്ടിട്ട് കഴിയുന്നുമില്ല. ഇത് തടയാനും പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഓപ്പൺ മാർക്കറ്റിൽ വില വർധനവിനെ സംസ്ഥാന സർക്കാർ നേരിടേണ്ടത് സിവിൽ സപ്ലൈസ് വഴി അല്ലെങ്കിൽ സപ്ലൈകോ വഴി ഇതിൻ്റെ കുറഞ്ഞ വിലയിലുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്നാൽ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ പരാജയപ്പെട്ടു. നിലവിൽ എന്താണ് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കൊടുക്കണമെന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം, അവരുടെ മെനു. വീണ്ടും നമ്മുടെ കുട്ടികൾ കഞ്ഞിയും പയറും എന്ന് പറഞ്ഞ യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അംഗനവാടിയിൽ പാലും മുട്ടയും കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട്. അതിന്നില്ല. പാലും മുട്ടയും കൊടുക്കാൻ വിതരണക്കാർക്ക് കൊടുക്കാൻ കാശില്ല, കഴിഞ്ഞു അത്. അവർക്ക് കുട്ടികൾക്ക് ആഴ്ചയൊരിക്കൽ ബിരിയാണി കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു, അതും പോയി കിട്ടി, അതും പുകയായി. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലും അന്നം മുടക്കുന്ന ഒരു പരിപാടിയാണ് ഈ സർക്കാർ കാണിച്ചിട്ടുള്ളതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇടയ്ക്കുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എന്തോ ഒരു പ്രതിസന്ധി ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് കൊടി വെച്ചുകൊണ്ട് ആരും ചോറ് കൊടുക്കരുത്, DYFIക്കാർ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊതിച്ചോറ് പദ്ധതി, ആ പൊതിച്ചോറ് ഇനി മേലാൽ ഒരാളും കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി മുട്ടുമടക്കി. അത് വേറൊരു കാര്യം. ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.
അപ്പോൾ ഈ ഓണം പ്രമാണിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാർ പട്ടിണി കിടന്ന് പോകേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതിനു മുൻപ് കഴിഞ്ഞ സർക്കാർ കിറ്റ് കൊടുത്തപ്പോൾ കിറ്റ് സർക്കാർ എന്ന് പറഞ്ഞതാണ് ഈ UDFകാർ. എന്നിട്ട് ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് ഓണത്തിന് കൊടുക്കുന്ന കിറ്റ് പോലും കൊടുക്കാനില്ല. ഇനി ഒരു വറുതി ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ കിറ്റ് കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഈ സർക്കാർ മിക്കവാറും ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലൊക്കെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഓണത്തിന് മുൻപ് ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ വകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.